നമുക്ക് ആ യാത്രയിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് സ്ഥാനമൊഴിഞ്ഞ മന്ത്രിപദം ഒഴിഞ്ഞ കെ രാധാകൃഷ്ണനുമായി സംസാരിക്കുകയാണ്. അത് കേൾക്കാം. ഒരു പരിധിവരെ അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ജനതയാണ്. അവരെ ആ കോളനി സിസ്റ്റത്തിലേക്ക് പിന്നെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കോളനി സിസ്റ്റം മാറണം എന്നുള്ളത് ദീർഘകാലമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമുക്കെന്തോ ഒരു അപകർഷതാ ബോധം ഉള്ളത് കൊണ്ടാണിത് പറയുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ അത് നിരന്തരമായ ക്യാമ്പയിനിലൂടെ അത് മാറ്റേണ്ടതാണ് എന്നുള്ള ചർച്ച എല്ലാ മേഖലയിൽ നിന്നും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അടിമത്ത സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ഇന്ന് നമ്മുടെ സമൂഹം വല്ലാതെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളനി എന്നുള്ള ആ ഒരു കൾച്ചർ അത് മാറ്റിയിട്ടുണ്ട്. ഈ ചില ആളുകളുടെ പേരിൻ്റെ കൂടെ പേര് ചേർത്ത് കോളനി എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം EMS കോളനി, ഉമ്മൻചാണ്ടി കോളനി, അങ്ങനെ പല കോളനികളുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ചെയ്യാൻ? അതിലിപ്പോൾ എന്താ വെച്ചാൽ കോളനി എന്നുള്ള വാക്കുകൾ മാറ്റും. പരമാവധി വ്യക്തികളുടെ പേരിടാതെ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള നല്ല പേരുകൾ ആ പ്രദേശത്തെ ആളുകളെ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. വ്യക്തികളുടെ പേരിടുമ്പോൾ അവിടെ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യക്തികളാകുമ്പോൾ വ്യത്യസ്ത പാർട്ടികളിലൊക്കെ പെട്ട ആളുകളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രദേശം ഒരു പാർട്ടിയുടെ ആളുകളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിലുള്ള തർക്കവും വരും. അപ്പോൾ നിലവിൽ വലിയ നേതാക്കളുടെ പേരിലൊക്കെ ചില സ്ഥലത്ത് കോളനികൾ അറിയപ്പെടുന്നുണ്ട്. അത്തരം കോളനി എന്നുള്ള പേര് മാറ്റി ആ വ്യക്തികളത്. എന്നാൽ ഭാവിയിൽ കൂടുതൽ വ്യക്തികളുടെ പേരിടാതിരിക്കുന്നതാണ് നല്ലത് എന്നും ആ ഉത്തരവിൽ പറയുന്നുണ്ട്. മന്ത്രിയായ സമയത്ത് ഈ വകുപ്പ് ലഭിച്ച കാര്യം പറഞ്ഞ് പലപ്പോഴും അങ്ങ് സംസാരിച്ചിട്ടുണ്ട്. അതായത് പലയിടങ്ങളിൽ നിന്നും സംസാരമുണ്ടായി, കുറച്ചുകൂടി നല്ല വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു, മുതിർന്ന നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കിട്ടി, ഇത്രയും അധികം ആളുകളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു വകുപ്പ് കിട്ടി. ആ വകുപ്പിലെ പ്രവർത്തനത്തിലെല്ലാം പൂർണ്ണ തൃപ്തനായാണ് രാജിവെച്ചുള്ള മടക്കം. അതായത് നമുക്ക് പിന്നെ ഈ വകുപ്പിനെ കുറിച്ച് ഉള്ള ധാരണ മാറ്റിയെടുക്കാൻ കഴിയും. വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും സമൂഹത്തിൻ്റെ ഒരു ധാരണയുണ്ടല്ലോ. അത് ധാരണ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി ഉണ്ടായ ധാരണയാണ്, അല്ലാതെ ഒരു ദിവസം ഉണ്ടായതല്ല. അപ്പം നമ്മുടെ മൈൻഡിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഓരോ വിഭാഗത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വകുപ്പ് മോശമാണ് എന്നുള്ള അല്ലെങ്കിൽ താഴ്ന്ന എന്നുള്ള അഭിപ്രായങ്ങൾ വന്നത്. പക്ഷേ നമ്മുടെ ഈ വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരുപാട് ജനതയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള വകുപ്പാണ്. പ്രത്യേകിച്ചും പല കാരണങ്ങളാൽ ജീവിതത്തിൻ്റെ പുറകോട്ട് പോയ ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വകുപ്പാണ്. അത് കേവലം SC ST മാത്രമല്ല, OBC ഉണ്ട്, പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കത്തിൽപ്പെട്ട ആളുകളുടെ കാര്യമുണ്ട്, മതന്യൂനപക്ഷങ്ങളുടെ കാര്യമടക്കം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. കേരളത്തിലെ ഒരു 85-90% വരുന്ന ജനതയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് ഈ വകുപ്പ്. അപ്പോൾ അത് ചെറിയ വകുപ്പാണ്, മോശം വകുപ്പാണ് എന്നുള്ള ധാരണ എനിക്ക് പണ്ടുമില്ല, ഇപ്പോഴുമില്ല, ഇനിയും ഉണ്ടാവില്ല. പക്ഷേ അതിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. ആ വകുപ്പ് ഉപയോഗിച്ച് ഈ വിഭാഗങ്ങളെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പാക്കി മാറ്റാൻ നമുക്ക് പ്രവർത്തന മണ്ഡലം ഡൽഹിയിലേക്ക് മാറ്റുകയാണ്. എന്തായാലും പോകുമ്പോൾ വിപ്ലവകരമായൊരു തീരുമാനം കൂടി എടുത്താണ് പോകുന്നത്. അവിടെയും തിളങ്ങാൻ കഴിയട്ടെ, ആശംസകൾ. എന്തായാലും ഇതിൻ്റെ ഉത്തരവടക്കം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും. ഉത്തരവിനുള്ള കാര്യങ്ങളെല്ലാം ഉത്തരവും ഇറങ്ങി എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവസാനഘട്ട പണിയിലായിരുന്നു അതിൻ്റെ. മന്ത്രി ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടിയാൻ താമസിയാതെ തന്നെ ഇതിൻ്റെ ഉത്തരവടക്കം ഇറങ്ങുമെന്നാണ് വ്യക്തമാക്കിയതെങ്കിൽ ഇവിടെ നിന്നും നിയമസഭയിൽ നിന്നും രാജി സമർപ്പിച്ച് മടങ്ങുമ്പോൾ ഉത്തരവടക്കം ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കോളനി എന്ന നമ്മുടെ നിഘണ്ടുവിലുണ്ടാകില്ല. നിലവിലുള്ള ചില കോളനികളും മറ്റുമൊക്കെയുണ്ട്. ആ കോളനികൾ ഇപ്പോൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ EMS കോളനി, ഉമ്മൻചാണ്ടി കോളനി പോലെയുള്ള ആ കോളനികളുടെ പേരുകളും മറ്റുമൊക്കെയുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് ഈ കോളനി എന്നുള്ളത് മാറ്റി മറ്റെന്തെങ്കിലും ഒരു പദം ഉപയോഗിക്കണം എന്നുള്ളതാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം കെ രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. പൊതുവെ സ്വീകാര്യത കിട്ടുന്ന ഒരു തീരുമാനം എടുത്താണ് എന്തായാലും മന്ത്രി രാജിവെച്ച് മടങ്ങുന്നത്. ആര്യ.